അടൂർ പ്രകാശിനെ പിണറായിയുടെ SIT സംഘം ഇന്നലെ 2.5 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. അടൂർ പ്രകാശ് വെറുമൊരു നേതാവ് മാത്രമല്ല, UDFന്റെ കൺവീനറാണ്. 2 മാസം കഴിയുമ്പോൾ ഈ സംസ്ഥാനം ഒരുപക്ഷെ ഭരിക്കാൻ പോകുന്ന മുന്നണിയുടെ നായകനാണ്. അതുകൊണ്ട് ഇതങ്ങനെ വിടാൻ UDFും തീരുമാനിച്ചിട്ടില്ല. ഇതുവരെ ചോദ്യം ചെയ്തതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ ചോദ്യം ചെയ്യലിൽ SITക്കുണ്ടായ അനുഭവം. അതായത് SITക്ക് ഒട്ടും കാത്തു നിൽക്കേണ്ടി വന്നിട്ടില്ല. വിളിച്ച ഉടൻ തന്നെ അടൂർ പ്രകാശ് MP ചോദ്യം ചെയ്യലിന് ഹാജരായി. ചോദിക്കുന്ന ചോദ്യങ്ങൾ SITയെക്കാളും വേഗത്തിൽ മണി പോലെയുള്ള ഉത്തരമാണ് ലഭിച്ചത്. കാരണം ഇതിൽ കള്ളക്കളിയില്ല, ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല. മുൻകൂട്ടി തന്നെ ഇതറിയാവുന്ന SITക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ലെങ്കിലും മനസാക്ഷി കുത്തുള്ള അല്ലെങ്കിൽ ഉണ്ണുന്ന ചോറിനോട് അല്പമെങ്കിലും പ്രതിബദ്ധതയുള്ള ഏതുദ്യോഗസ്ഥനായാലും ഒന്ന് ചമ്മിപ്പോകും. യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ കൂട്ടിൽ കയറ്റി നിർത്തുന്നത് അത് തോന്നിയവാസമാണ് എന്നവർക്ക് നന്നായി അറിയാം. അതിലെ ഉദ്യോഗസ്ഥരും വെപ്രാളത്തിലാണ്. കാരണം ഇനിയുള്ള പുതിയ ഭരണത്തിൽ ഈ നേതാവിൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ പ്രവർത്തിക്കുമെന്നുള്ളത് പല പോലീസുകാർക്കും ഇപ്പോൾ വെപ്രാളത്തിലാണ്. പിണറായി ഏമാൻ തങ്ങളോട് പറഞ്ഞ പണി ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ എന്ന് മുഖഭാവം കൊണ്ട് SIT സംഘം അടൂർ പ്രകാശിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ പകവീട്ടൽ അധിക കാലം മുന്നോട്ട് പോകില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന് വരാൻ പോകുന്നത് 8ന്റെ പണി തന്നെയായിരിക്കും. മോഷ്ടിച്ചത് ആര് എന്ന് കണ്ടുപിടിക്കേണ്ടത് ഇനി UDFന്റെ അഭിമാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ഈ 2 മാസം കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ഭരണം മാറിയ ഉടൻ പ്രധാന ഏജൻസിക്ക് ഈ കേസ് വിടാനാണ് UDFന്റെ തീരുമാനം. സമാന്തരമായി ഒരു ജുഡീഷ്യറിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണവും കേരളം നിയമിക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ സ്വാധീനം ഉപയോഗിച്ചാൽ ചിലപ്പോൾ ഒരു രാജി വരെ പോകാം കേരളത്തിൽ. എന്നാൽ UDF അന്വേഷിച്ചാൽ പ്രമുഖരുടെ അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങും. അതിൽ ചിലപ്പോൾ മുഖ്യമന്ത്രിയും പെട്ടു എന്ന് വരാം. അതോടെ കട്ടവനും കക്കാൻ വിട്ടവനും അട്ടം നോക്കി ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് UDFും അടൂർ പ്രകാശും എടുത്തിരിക്കുന്ന പ്രതിജ്ഞ. LDF നടത്തുന്ന 3 ജാഥകൾ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ആളുകളെ കൂട്ടുന്നതിനിടയിൽ അവരോട് പലതും പറഞ്ഞുകൊണ്ടിരിക്കണം. ആ പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ഈ പ്രമുഖരുടെ അറസ്റ്റോ ചോദ്യം ചെയ്യലോ ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ രാജിയായിരിക്കും കേരളം ആവശ്യപ്പെടുക. അത് ഈ ജാഥ തകർന്നു പോകാൻ വരെ കാരണമായേക്കാം. ഏതായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDFനെ ഇതിൽ കൂട്ടിക്കെട്ടാൻ നോക്കണ്ടെന്നും ACCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആദ്യം തന്നെ നൽകിയ താക്കീത് UDF നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു. മറ്റുള്ളവരുടെ മേൽ പഴിചാരാനുള്ള സർക്കാർ നീക്കത്തിൻ്റെ ഭാഗമാണിതെന്നും ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി രക്ഷപ്പെടാൻ പോകുന്നില്ലെന്നും പറഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പിണറായിയെയും സ്വർണ്ണക്കൊള്ള സംഘത്തെയും പൂട്ടിക്കെട്ടാൻ ഉള്ള നീക്കങ്ങൾക്ക് KC വേണുഗോപാൽ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ മോഷണം നടത്തുന്നതിന് മുൻപ് അയാൾ ഒരു കള്ളൻ ആണ് എന്ന് ഒരു ധാരണയുമില്ലാത്ത സമയത്താണ് ശബരിമല ഉൾപ്പെടുന്ന കോന്നി മണ്ഡലത്തിലെ MLA എന്നുള്ള നിലയിൽ വിളിച്ച ഒരു പരിപാടിക്ക് അടൂർ പ്രകാശ് ശബരിമലയിൽ പോയത്. അതുകൊണ്ടും ശബരിമലയിലെ ഒരു ശാന്തിക്കാരൻ എന്നുള്ള നിലയിൽ ബഹുമാനം നൽകുന്നതുകൊണ്ടും ഏറെ ബന്ധം സൂക്ഷിച്ചിരിക്കാം അടൂർ പ്രകാശും ഈ പോറ്റിയും തമ്മിൽ. പക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി മോഷ്ടിക്കാൻ തുടങ്ങിയത് കടകംപള്ളി മന്ത്രിയായി പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായി വന്നതിന് ശേഷമാണ്. അവർ കൂട്ടുകച്ചവടക്കാരായിരുന്നു. കടകംപള്ളി എന്നാൽ പിണറായി വിജയന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് എന്ന് നമുക്കറിയാം. കക്കുന്നുണ്ടെങ്കിലും പിണറായിയോട് ചോദിക്കാതെ കടകംപള്ളി ഒന്നും ചെയ്യില്ല. അതെല്ലാം വളരെ വ്യക്തമായി പുറത്തു കൊണ്ടുവരാനുള്ള നടപടികൾ UDF സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പോറ്റി സ്വർണം കട്ടതിന് ശേഷം യഥാർത്ഥത്തിൽ അടൂർ പ്രകാശിൻ്റെ ബന്ധം ഉപേക്ഷിച്ച് കടകംപള്ളിയും പിണറായി വിജയനുമായിട്ടാണ് ബന്ധം പുലർത്തിയത്. അതെല്ലാം പുറത്തു വരാൻ പോകുകയാണ്. ഒപ്പം മുഖ്യൻ്റെ ഓഫീസ് വഴി വന്നുപോയ സ്വർണമെല്ലാം ഇതുമായി ബന്ധമുണ്ടെങ്കിൽ അയ്യപ്പൻ അതും തെളിയിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. നമുക്കറിയാം, അയ്യപ്പ സംഗമം നടത്താൻ തോന്നിയത് മോഷ്ടിച്ചത് പുറത്തു വരാനാണെങ്കിൽ UDF കൺവീനറെ ചോദ്യം ചെയ്തത് ഒരുപക്ഷെ പിണറായി വിജയന് കുടുങ്ങാനുള്ളൊരു നിമിത്തം മാത്രമാണ്. ബാക്കി ശബരിമല അയ്യപ്പൻ നോക്കിക്കൊള്ളും.